ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു കൊന്ത ഉണ്ടാക്കാം. അപ്പോൾ ഇത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വേണം, ഒരു ബീഡ്സിൻ്റെ ഒരു സ്റ്റാൻഡ്. അത് നിങ്ങൾ നോക്കണം, 53 ബീഡ്സ് നിങ്ങൾക്ക് വേണം. ഇത് ഹെയിൽ മേരിക്ക് തന്നെ. അപ്പോൾ ബ്ലാക്ക് ബീഡ്സാണ് ഞാൻ ഹെയിൽ മേരിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ എളുപ്പം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബീഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ 5 ഭാഗമായിട്ട് വെച്ചു. അതായത് 10 വെച്ചിട്ട് 5 പ്രാവശ്യം വെച്ചു. പിന്നെ നടുക്കത്തത് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ 3 നന്മ നിറഞ്ഞ പറയുമ്പോൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബീഡ്സ് പല ഷേപ്പിൽ കളറിൽ എല്ലാം കിട്ടും. ഇത് എവിടെ നിന്ന് കിട്ടുമെന്നില്ല, നമ്മൾ ഹോബി ലോബി കിട്ടും, വാൾമാർട്ടിൽ കിട്ടും, ആമസോണിൽ കിട്ടും, ഇറ്റ്സി അങ്ങനെയുള്ള, പിന്നെ ഡൗൺ ടൗണിലൊക്കെ ഇതിൻ്റെ ഷോപ്പുകളുണ്ട്, ബീഡ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പ്. അപ്പോൾ ഇത് ഞാൻ ഈ ഈ ഈ കളറിൽ, ഗോൾഡൻ കളറിലാണ് ഞാൻ പിന്നെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇടയ്ക്ക് വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ ചെറിയതാണ് ഇത്. സ്വർഗസ്നായ പിതാവിൻ്റെ ബീഡ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് ജംബറിങ് ആണ്. അപ്പോൾ ഇത് ഈ വാങ്ങുന്ന കടകളിൽ തന്നെ കിട്ടും. അത് നമുക്ക് 4 എണ്ണം വേണം, 4 ജംബറിങ് വേണം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഞാനിങ്ങനെ സ്വർഗസ്നായ പിതാവ് ഇതിൻ്റെ ഈ 10 നന്മറിഞ്ഞവരമയുടെ ഇടയിൽ വെക്കുകയാണ്. 4 സ്വർഗസ്നായ പിതാവാണ് ബീഡ്സാണ് നമ്മൾ വെക്കേണ്ടത്, അവർ ഫാദർ ബീഡ്സ്. ഇനി വേണ്ടിയത് കണക്ടർ വേണം, കുരിശ് വേണം, ഈ 2 സംഗതികളും കൂടി വേണം. പിന്നെ ടൂൾസ് വേണം. അപ്പം നമുക്ക് ഇതാണ് കണക്ടർ, അല്ലെങ്കിൽ സെൻറ്റർ പീസ് എന്ന് പറയും. അത് മാതാവിൻ്റെ പടമുള്ളത് കിട്ടും, സെയിൻറ്റുമാരുടെ കിട്ടും, മാർപ്പാപ്പയുടെ കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ 3 ജംബറിങ് സൈഡിൽ വെച്ചു. നമ്മൾ താഴേക്ക് വരുവാണ്. പിന്നെ അവർ ഫാദറിൻ്റെ ബീഡ് വെച്ചു. പിന്നെ 3 അന്മറിഞ്ഞർമേ അവർ ഫാദർ. ഇനി നമുക്ക് എന്താ വേണ്ടി, കുരിശാണ് വേണ്ടിയത്. അപ്പോൾ നമ്മൾ കുരിശ് വെച്ചു. ആ കുരിശ് അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജംബറിങ് വേണം. അങ്ങനെ നമ്മുടെ 4 ജംബറിങ് ഇപ്പം നമ്മൾ വെച്ചു. അപ്പം ഇനി നമ്മൾക്ക് ആ താഴത്തെ ഭാഗത്ത് നിന്ന്, കുരിശിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിന്നെ അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യമേ ആ കുരിശിൻ്റെ ആ സെക്ഷൻ നമുക്ക് തുടങ്ങാം. അപ്പം പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഐപ്പിന്നെന്ന് പറഞ്ഞ ഒരു സംഗതിയും കൂടി അതിലേക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, ഹൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐപ്പിന്നിൻ്റെ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ റൗണ്ടിലിരിക്കും. അത് പല നീളത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ ഒരു ചെറുതും എടുത്താൽ മതി കേട്ടോ, തീരെ ചെറുതല്ല അതിൻ്റെ സൈസ്. അപ്പം ഇതാണ് ഐപ്പിൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ ടൂൾസ് വേണ്ടേ. അപ്പോൾ 3 ടൂൾസാണ് നമുക്ക് വേണ്ടത്. ഒന്ന് റൗണ്ട് നോസ് പ്ലെയർ, ആദ്യത്തേത് റൗണ്ട് നോസ് പ്ലെയർ. പിന്നെ നടുക്കിരിക്കുന്നതാണ് ചെയിൻ നോസ് പ്ലെയർ. പിന്നെ ഒരു കട്ടറാണ് വേണ്ടത്. കട്ടറിന് പകരം ഞാൻ നെയിൽ കട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾ വാങ്ങിക്കുക. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ ഇപ്പം നമ്മൾ ഐപ്പിൻ എടുത്തു. അതിലേക്ക് നമുക്ക് സ്വർഗസ്നായ പിതാവിനുള്ള ബീഡ്, ആ ഗോൾഡൻ ബീഡ് നമ്മൾ ഇതിലേക്ക് കയറ്റി. എന്നിട്ട് നമ്മൾ അതിന് താഴേക്ക് ആ ബീഡിങ്ങനെ വലിച്ചു പിടിക്കണം, അല്ലെങ്കിൽ സ്പേസ് വരും ആ ബീഡിനും ആ ലൂപ്പിനും ഇടയ്ക്ക്. എന്നിട്ട് നമ്മൾ ആ ബീഡിനോട് അടുത്ത് തന്നെ വെച്ചാൽ റൗണ്ട് നോസ് പ്ലെയർ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് അതിനെ പുറത്തോട്ടൊന്ന് ബെൻഡ് ചെയ്യണം, ഒരു 90 ഡിഗ്രിയിൽ. കണ്ടാവും, പുറത്തോട്ടങ്ങ് ബെൻഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ അറ്റം കുറച്ച് വെട്ടിക്കളയണം. അതായത് ഇതിന് ഇച്ചിരി നീളം കൂടുതലാണ്. നമ്മുടെ കയ്യിൽ ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ച് ആ സ്റ്റിക്കിന് നീളം വരാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനെ ആ റൗണ്ട് നോസ് പ്ലെയർ കൊണ്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്ത് നമ്മൾ ബീഡിലല്ല തൊടേണ്ടത്. ബെൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ വളച്ചില്ലേ, നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി കണക്ട് ചെയ്ത് പോകേണ്ടത് കൊണ്ട് ഞാൻ അത്ര ചേർക്കുന്നില്ല. ഇനി നമുക്ക് 3 ഹെയിൽ മേരി, കറുത്ത ബീഡ്സ് കൊണ്ടുള്ള ഹെയിൽ മേരിയാണ് നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് മനസ്സിലാകും. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി വലുതായിട്ട് കാണിക്കാം ഇത് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഈ ബീഡ്സ് ഇതിങ്ങനെ ബെൻഡ് ചെയ്യുക. അത് പുറത്തോട്ടാണ് അത് ബെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ അകത്തോട്ട് കൊണ്ടുവരണം, വെട്ടിക്കളഞ്ഞിട്ട്.
ഇപ്പം അല്ലെങ്കിൽ നമുക്ക് നീളം കൂടി പോകും, ഒരു വശം നീളം കൂടി വലിയ ലൂപ്പും ഇത് ഇങ്ങനെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ഞാനത് ക്ലോസ് ചെയ്യുന്നില്ല, നമുക്ക് ഇനി ആ ബീഡ് അങ്ങോട്ട് എല്ലാം കൂടി കണക്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഒരു വശം ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഹെൽമേരി അങ്ങനെ 3 നമുക്ക് ഉണ്ടാക്കണ്ടേ, അത് നമുക്ക് വേഗം ഉണ്ടാക്കി കൊണ്ടുവരാം. ഇത് നിങ്ങൾ പഠിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് മാലകൾ എന്തെല്ലാം സംഗതികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കൊന്തകൾ തന്നെ ഇനി വേറെ തരത്തിൽ ഒത്തിരി കൊന്തകളുണ്ട്. അതൊക്കെ ഈ ബീഡ്സ് നിങ്ങൾക്ക് പല തരത്തിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പേളിൻ്റെ കിട്ടും, ക്രിസ്റ്റലിൻ്റെ കിട്ടും, ഗോൾഡ് പ്ലേറ്റഡ് കിട്ടും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എല്ലാം പഠിച്ച് എക്സ്പെർട്ടായി കഴിയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതുപോലെ ഈ ഐപ്പിന്നും ഒക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആമസോണിലെല്ലാം കിട്ടും. അപ്പം നമുക്ക് 3 ബീഡ്സ് നമ്മൾ ഉണ്ടാക്കി ഗോൾഡ് ബീഡും കൂടി, സ്വർഗസ്വനായ പിതാവിൻ്റെ ബീഡും കൂടി ഉണ്ടാക്കിയ താഴത്തെ ഭാഗവുമായി ഇന്ന് നമുക്ക് കണക്ട് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ക്രോസ് വേണം, പിന്നെ ക്രോസ് വേണം. അപ്പോൾ ക്രോസും നമുക്ക് ഈ സ്വർഗസ്വനായ പിതാവ് 3 നന്മ നിറഞ്ഞ പിന്നെ സ്വർഗസ്വനായ പിതാവും കൂടി നമുക്ക് കണക്ട് ചെയ്ത് ആദ്യമേ വെക്കാം. അപ്പോൾ ഗോൾഡ് ബീഡ് എടുത്ത് നമുക്ക് ബ്ലാക്ക് ബീഡ് നമുക്ക് കണക്ട് ചെയ്യാം. അതിങ്ങനെ അതിൻ്റെ അകത്തോട്ട് ആ ഹൂപ്പുകൾ തമ്മിൽ അങ്ങ് കോർത്തെടുത്താൽ മതി. എന്നിട്ട് ഈ നോസ് പ്ലെയർ ഇല്ലേ, മറ്റേ ചെയിൻ നോസ് പ്ലെയർ, അതുകൊണ്ട് അതങ്ങ് അടുപ്പിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കിയ ഹൂപ്പ് മറ്റേതിലോട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗം നോസ് പ്ലെയർ കൊണ്ട് നമ്മളൊന്ന് അടുപ്പിച്ചാൽ മാത്രം മതി. പിന്നെ അടുത്ത ബീഡ് എടുത്ത് അടുത്ത ഹെയിൽമേരി ബീഡ് എടുത്ത് അങ്ങനെ 3 ഹെയിൽമേരി ബീഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗോൾഡൻ ബീഡ്, അങ്ങനെ എല്ലാം കൂടി ഒരു ചെയിനായിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് വരാം. കണക്ട് ചെയ്യാൻ ഒരു പാടുമില്ല. നമുക്ക് ഈവൻ ആദ്യമൊക്കെ ചെയ്യുന്നത് ഞാൻ കൈ കൊണ്ട് വരെ അടുപ്പിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്തെങ്കിലേ അത് നല്ലതായിട്ട് ഒട്ടും ഓപ്പൺ അല്ലാതെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ശകലം ഓപ്പൺ ആണെങ്കിൽ ചിലപ്പോൾ ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ഉപയോഗിക്കുമ്പം അത് അകന്നു പോകും. അപ്പോൾ എല്ലാ ബീഡ്സും ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തണം. പിന്നെ അതുപോലെ ഇത് പിന്നെ 3 നന്മ നിറഞ്ഞവരുമേ നമുക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിനി അടുത്തത് നമ്മുടെ സ്വർഗസ്വനായ പിതാവും കൂടി വേഗം നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ അതൊരു കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ഞാനിപ്പോൾ കുറച്ച് നാളായി ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം. കണ്ടോ, ഇതെല്ലാം നല്ല അടുത്ത് ഒന്നും കൂടി മേക്ക് ഷുവർ ചെയ്യാം. അപ്പം നല്ല അടുക്കുമ്പോൾ ക്ലിക്ക് എന്നൊരു സ്വരം കേൾക്കും. അപ്പോൾ അത് നല്ലതായിട്ട് വരും. ഇനി അടുത്ത് നമുക്ക് ജംബറിങ് ആണ്. കണ്ട, ഈ ജംബറിങ് നമുക്ക് 4 വേണമല്ലോ, അതിൽ ഒരെണ്ണം എടുക്കാം. നമുക്ക് കുരിശ് കണക്ട് ചെയ്യാനാണ്. ഇതിൻ്റെ പ്രൊഫഷണലായിട്ട് നമ്മൾ ഈ റൈറ്റ് വേ ഇങ്ങനെയാണ്. 2 നോസ് പ്ലെയർ കൊണ്ടും അതിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ അവിടെ അതിനോട് അടുത്തായിട്ട് പിടിച്ചിട്ട് ഒന്ന് അകത്തേക്കും ഒരു നോസ് പ്ലെയർ കൊണ്ട് അകത്തോട്ടും മറ്റേ നോസ് പ്ലെയർ കൊണ്ട് പുറത്തോട്ട് വേണം. അല്ല ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ കയ്യിൽ ഇങ്ങനെ ഒരു കൈ നമ്മൾ പിടിച്ചിട്ട് ഒരെണ്ണം നോസ് പ്ലെയർ കൊണ്ട് പിടിക്കുക. എന്നിട്ട് ഒരെണ്ണം അകത്തോട്ട് ഒരെണ്ണം പുറത്തോട്ട് ഇതേപോലെ ഓപ്പൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിലോട്ട് നമുക്ക് അത് കോർത്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കോർക്കുക. അതിലേക്ക് നമുക്ക് ഇനി ക്രോസും കൂടി നമുക്ക് ഇതിലേക്ക് കോർക്കാം. ഞാൻ ഈ വളരെ സ്ലോ ആയിട്ട് പറയുന്നത് ആദ്യം ഉണ്ടാക്കുന്നവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നവർ ഇത് പെട്ടെന്ന് ചെയ്തു വയ്ക്കുള്ളൂ. സോറി ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളിങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സംഗതികളും കൂടി നമ്മൾക്ക് ആ നോസ് പ്ലെയർ ഇല്ലേ, ചെയിൻ നോസ് പ്ലെയർ, റൗണ്ട് നോസ് പ്ലെയർ അല്ല കേട്ടോ, അതുകൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഇനി നമ്മുടെ ആദ്യത്തെ പാർട്ട് ഇനി നമുക്ക് അടുത്തത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 10 നന്മ നിറഞ്ഞു പറയുമ്പോൾ നമ്മുടെ ഒരു സ്വർഗസ്വനായ പിതാവും കൂടി നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാം. അങ്ങനെ 5 നമ്മൾ ഉണ്ടാക്കണം അതുപോലെ. എന്നിട്ട് എല്ലാം കൂടി പിന്നെ നമുക്ക് കണക്ട് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ അടുത്ത 10 നന്മറിഞ്ഞറിയുമ്പോഴേക്ക് ഇത് ഒന്നും കൂടി ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട് എനിക്ക്. ഇതാണ് നമ്മുടെ റൗണ്ട് നോസ് പ്ലെയർ. അതിലേക്ക് നമ്മൾ ഇങ്ങനെ തിരിക്കുക. അതെല്ലാം ബീഡിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ, ഒട്ടും സ്പേസ് ഇടരുത്. ഇങ്ങനെ തിരിച്ചു. ഇനി നമുക്ക് 1/4 ഇഞ്ച് നമ്മുടെ കയ്യിലിരിക്കണം, ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആ 1/4 ഇഞ്ച് മതി. അതിൽ കൂടി കഴിഞ്ഞാൽ വലിയ ലൂപ്പായി പോകും, അതുകൊണ്ടാണ് നമുക്ക് വേണ്ടാത്തത്. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എക്സാക്റ്റ് ലെങ്തിൽ നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഒരു ശക്കലം തുമ്പ് മുകളിൽ കാണണം നമുക്ക്, ഉണ്ടാകും ശക്കലം. അത് കഴിഞ്ഞിട്ട് അത് ഇതേപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഇതുപോലെ നമുക്ക് 10 നമുക്ക് വേഗം ഉണ്ടാക്കി കൊണ്ടുവരാം. അങ്ങനെ 10 ബീഡും നമ്മൾ ഉണ്ടാക്കി അത് കണക്ട് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്വർഗ്ഗസ്നാപിതാവിൻ്റെ ഗോൾഡൻ ബീഡും കൂടി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കണക്ട് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഇത്ര ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് വരും. നമ്മൾ പിൻ ചെയ്തു, തിരിച്ചു. പേളിൻ്റെയൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് കഴുത്തിലിടാം. കളറൊന്നും പോകാത്തതാണെങ്കിൽ നിങ്ങൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത സംഗതികളെല്ലാം നിങ്ങൾ വാങ്ങിക്കണം. ഇതിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ജുവല്ലറി ഫൈൻഡിങ്സ് നമ്മൾ വാങ്ങിക്കണം. ഈ ഐപ്പിന്നൊക്കെ എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് വാങ്ങിച്ചാൽ മതി. അത് നമുക്ക് കടയിൽ നിന്നൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം നല്ല സാധനമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്വർഗ്ഗസ്നാപിത ഇങ്ങനെ നമ്മൾ ബാക്കിയും കൂടി ഉണ്ടാക്കി കണക്ട് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ 4 പീസായി നമുക്കായി. ഇനി ഒരു പീസും കൂടി നമുക്ക് മതി. അതിപ്പോൾ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ പീസും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ ലൈക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിൽ പോസ്റ്റ് ചെയ്യാമെങ്കിൽ എനിക്ക് ഒത്തിരി കാണാൻ പറ്റും നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നന്നായോ എന്നൊക്കെ. ഇത് പലതരത്തിലുള്ള കൊന്തകളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ തരത്തിലേയും നമുക്ക് ഈ ബീഡ്സ് കൊണ്ട് നമുക്ക് കൊന്ത ഉണ്ടാക്കുന്നുണ്ട്. ചെയിനൊക്കെ ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് ഇതിപ്പം വളരെ ഈസി ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കാവുന്ന, അധികം കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക്. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കൊന്തയുടെ 2 അറ്റമില്ല, ആ അറ്റം നമ്മൾ ഇതേപോലെ നമ്മൾ ആ സെൻറ്റർ പീസിൽ ഇത് മാതാവിൻ്റെ രൂപമാണത്. സെയിൻറ്റുമാരുടെയും ഒക്കെ രൂപമുള്ള പല തരത്തിലും നമുക്ക് കിട്ടും. മാർപ്പാപ്പയുടെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ എടുത്ത് അപ്പം അതിലേക്ക് നമുക്ക് ഇതേപോലെ ആ ജമ്പ് റിങ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കും, സമയം പോകാതിരിക്കാനായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പോൾ അതിലേക്ക് അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മളുടെ ഈ എൻഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ എൻഡ് നമ്മൾ ഇതുപോലെ കോർക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ അടുപ്പിക്കണം. കണ്ടോ, ഇതുപോലെ അടുപ്പിക്കണം, നല്ലതായിട്ട് അടുത്തിരിക്കണം അത്. അപ്പോൾ ഇതായി. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ നമ്മുടെ 3 നന്മ പറഞ്ഞ 2 സ്വർഗ്ഗസ്നാപിതാവ് കുരിശുമൊക്കെ ആയിട്ടുള്ള അത് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൊന്ത റെഡിയായി. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഫുൾ പ്രോഡക്റ്റ് കാണാനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അത് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ ഇതെന്ന് ഓർക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. നമുക്ക്
ഇത് ശരിക്കും ഉണ്ടാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൊന്ത ചെല്ലിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. എല്ലാവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ നല്ലൊരു സംഗതിയാണിത്. അപ്പം നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഇതേ നമുക്ക് പെട്ടെന്ന് തീരും. ഇത് നമുക്ക് ഓരോ രഹസ്യങ്ങളായിട്ട് നമുക്കിപ്പോൾ എപ്പോഴും നേരെ ഇല്ലെങ്കിൽ ഓരോ രഹസ്യങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചു. ഇനി അതൊന്ന് ക്ലോസ് ചെയ്താൽ മതി. നമ്മുടെ കൊന്ത റെഡി. സോ എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. എന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ നൗ.